അത് അടിപൊളി പരിപാടി കേട്ടോ, ചെയ്തു നോക്കണം. കീറിയിട്ടില്ലെങ്കിൽ എൻ്റെ റിസൾട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ അനുമോൾക്ക് വലിയൊരു കൺഗ്രാറ്റ്സ്. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ അനുമോൾ വിജയകിരീടം ചൂടിയിരിക്കുന്നു. ഈ നടന്ന സംഭവങ്ങൾ എനിക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണമെന്നുണ്ട്. പണ്ട് മഹാഭാരതത്തിൽ നടന്നൊരു കാര്യം, ഒരു സ്ത്രീയെ ഒരു പൊതുവേദിയിൽ വെച്ച് കൂട്ടം കൂടി ആക്രമിക്കുന്ന കുറേ പേര്. അന്ന് ആ സ്ത്രീയെ അവിടെ രക്ഷിക്കാൻ വന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലൊരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ തോന്നിയത്. ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ കൂട്ടം കൂടി എല്ലാവരോടും അനുമോളെ ആക്രമിക്കുന്നു, അവളെ ബുള്ളി ചെയ്യുന്നു, ഹറാസ് ചെയ്യുന്നു. അവസാനം ഒരു ദിവസം രാത്രി അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള നാളിൽ അവളെ കരയിച്ച ഓരോ വ്യക്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം തരണം ചെയ്ത് അവസാന നാളിലേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാം കണ്ടയാണ്. കൂടെ നിന്നവർ വരെ അവളെ ചതിച്ചു, കൂട്ടം കൂടി വീണ്ടും അവളെ ആക്രമിച്ചു. ഇതെല്ലാം സഹിച്ച അവൾ അവിടെ നിന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ബ്രഹ്മാസ്ത്രം എന്ന് തന്നെ പറയാം. യൂട്യൂബിലെ ഒരു പ്രമുഖ സ്ട്രീമർ, ഒരുപാട് ഫാൻ ബേസ് ഉള്ള അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റിന് പോലും അവളെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവളുടെ വിജയത്തിന് പിന്നിൽ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരും സ്നേഹവും പ്രാർത്ഥനയും ഈശ്വരൻ ആ പ്രാർത്ഥന കേട്ടതും കൊണ്ട് മാത്രമാണ്. അതല്ലേലും അങ്ങനെയാണ്, ദൈവം ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തകർക്കാൻ ഇനി എത്ര പേര് എന്തൊക്കെ ശ്രമിച്ചാലും നടക്കത്തില്ല. അതുകൊണ്ട് വൺസ് അഗൈൻ ഞാൻ പറയുന്നു, കൺഗ്രാറ്റ്സ് അനുമോൾ ഫോർ യുവർ വിക്ടറി. യു റിയലി ഡിസേർവ് ദിസ്. മഹാഭാരതം പറയുകയാണെങ്കിൽ പനീഷാരെ കർണനാണ്, ചതിയിലൂടെ അവന്മാരെ തോപ്പിച്ചേ. കർണനെ തോപ്പിച്ച പോലെ നേർക്ക് നിന്ന് മുട്ടാൻ പറ്റുമോ ഈ PR ന്നില്ലാതെ? പൈസ കൊടുത്തു മറിച്ച്. ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.